നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയ വെടിയിറച്ചി റെഡിയായി. ഇതാണ് നമ്മുടെ ഈ തവണത്തെ ക്രിസ്മസ് സ്പെഷ്യൽ. ആ ഉണക്കപ്പേ നമ്മുടെ വെടിയിറച്ചി, നമ്മുടെ മാനിന്റെ മൂസ്, മാനല്ല കേട്ടോ മൂസാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് മ്ലാവ് എന്നൊക്കെ പറയും. ആ മ്ലാവിന്റെ കോട്ടയം സ്റ്റൈലിലെ ഒരു ഡ്രൈ ഫ്രൈ അല്ല ഷീനാമേ. അപ്പം നമ്മുടെ വെടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ പീസുകളായിട്ട് ഞുറുക്കി അതിനകത്തോട്ട് ഇതാ നമ്മുടെ വറുത്ത കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് ടൊമാറ്റോ, ഇഞ്ചി ചതച്ചത്, പിന്നെ ഇങ്ങനെ കുറച്ച് സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ സവോള, ഒരു 4 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഇവനെ കുക്ക് ചെയ്യാൻ. അത് നല്ല സോഫ്റ്റ് ഇറച്ചി ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഈ ഫ്ലെയിമിലിട്ട് വെള്ളം പറ്റിച്ചെടുക്കുക. ഇത് കിളുന്ന് ഇറച്ചിയുടെ വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ പറ്റിച്ചെടുത്തു. അതിനപ്പുറം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവനെ മിക്സ് ചെയ്തൊരു ഇളക്കുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വഴറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്കിത് റെഡിയായി കിട്ടും. സംഭവം നല്ലതായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. എരിവ് നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയ വെടിയിറച്ചി റെഡിയായി. ഇതാണ് നമ്മുടെ ഈ തവണത്തെ ക്രിസ്മസ് സ്പെഷ്യൽ.